Good afternoon, all. Good afternoon, Good Miss. afternoon, Miss. Good afternoon, Miss. Good afternoon. അപ്പോ നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങി അല്ലേ? Good afternoon, ma'am. മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? Miss. ഓക്കെ, എവിടെ വരെയാ നമ്മൾ അടുത്തത്? Introduction. അതുവരെയാണ് അടുത്തത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ കണ്ടു. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അതിപ്രധാനപ്പെട്ട ഒരു രേഖയാണെന്ന് കണ്ടു അല്ലേ? കാരണം എല്ലാ തരത്തിലുള്ള അല്ലെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗിയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ടൈമിലാണെങ്കിലും എടുത്തു നോക്കിയാലും ആ രോഗി എന്ന് വന്നു, ഏത് സമയത്ത് വന്നു, ഏത് രോഗവുമായി വന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ആ രോഗിക്ക് ചെയ്തത്, എന്തൊക്കെ റിസൾട്ടുകളാണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായത്, ഏത് ഡോക്ടേഴ്സ് ആയിരുന്നു കൈകാര്യം ചെയ്തത് അല്ലെ? എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കത്തക്ക വിധത്തിലാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ലീഗൽ ആയിട്ടുള്ള റെക്കോർഡാണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് റെക്കോർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയപ്പെടാം. ലീഗൽ റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇത് അറിയപ്പെടാം. അപ്പൊ ആ റെക്കോർഡിക്കലി അവരുടെ എല്ലാ ഹിസ്റ്ററീസും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് അല്ലെ? ഇത് നമുക്കറിയാം ഒരു എവിഡൻസ് ആയിട്ടും കൂടി നമുക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെ? എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ രേഖകളിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ഒരു തെളിവ് എന്നുള്ള രീതിയിലേക്ക് നമുക്കത് കൈകാര്യം ചെയ്ത് എടുക്കാം. അതുകൊണ്ട് തന്നെ അതിലുള്ള രേഖപ്പെടുത്തലുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് മസ്റ്റായിട്ടും തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്താണ് പലർക്കും ഉപകാരമാണെന്നുള്ള കാര്യങ്ങളാണല്ലോ അല്ലെ? അവിടെ പേഷ്യന്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അല്ലെ? അവർക്ക് ഇൻ കേസ് ഒരു നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ചികിത്സയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവരുടെ ഹിസ്റ്ററീസ് ഒക്കെ പരിശോധിക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും ഇതിലൊക്കെ മെഡിസിൻസിനെ അവിടെ പൊരുത്തപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെ? ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിലെല്ലാം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ അല്ലെ? ഉള്ളടക്കം എല്ലാ കാര്യങ്ങളും അതിന് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്കറിയാം വേഗത്തിൽ നമുക്ക് അത് പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര കൃത്യമായിട്ട് തന്നെ നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി. നമ്മൾക്ക് അറിയാം എന്താണ് പല രീതിയിലും അല്ലെ രോഗനിർണയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടി കിട്ടുന്ന കാരണം കൊണ്ട് തന്നെ പരോക്ഷമായിട്ടും ഇത് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ? റെക്കോർഡ് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നത് മുതല് അവരായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റ് അല്ലെ ഒരു കോൺട്രാക്റ്റിലേക്ക് വരികയാണ്. അതായത് പേഷ്യന്റ് നൽകുന്ന പേയ്മെന്റിനനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലുകാര് പ്രൊവൈഡ് ചെയ്യും അല്ലെ? അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് പ്രധാനമായിട്ടും മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയത് അല്ലേ? ഇതുവരെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷനിലേക്ക് പോകാം. സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത്? ഏത് മാനദണ്ഡത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഇത് കൈകാര്യം ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി മെഷർ സെറ്റ് ബൈ an expert authority as a rule for measuring quantity or quality. അതായത് നമുക്കറിയാം നല്ല ലോഫുള്ളി ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു മാനദണ്ഡമൊക്കെ കീപ്പ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആർ നോർമലി മെഷർഡ് ബൈ എക്സ്പേർട്ട് അതോറിറ്റി ആസ് ദ റൂൾ ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അല്ലെ? അതിന്റെ ഗുണവും അതേമാതിരി തന്നെ അതിലുള്ളടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അതിന്റെയൊക്കെ എന്താണ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അത് നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് കൂടിയിട്ട് നമുക്കറിയാം
സൊസൈറ്റി ബേസ്ഡ് ലോഫുള്ളി ആയിട്ടാണ് നമ്മൾ അതിൽ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നത്. അതായത് നിയമപരമായിട്ട് എന്തെങ്കിലും നമുക്ക് ഇൻ കേസ് കാലഘട്ടങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിലും ലീഗലി നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമോ? മെഡിക്കൽ റെക്കോർഡ് സബ്മിഷനിൽ മെഡിക്കൽ റെക്കോർഡ് ചെയ്യുന്നതാണ് രേഖപ്പെടുത്തിയെന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ ന്യൂസിൽ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് ഇല്ലേ? അതെന്താണ് ആ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്? അവര് വന്ന് ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും വന്ന് ചാർജ് എടുത്തപ്പം മുതലുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ an experts authority as a rule for measuring quantity and or quality. Okay, ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും അനുസരിച്ചിട്ടുള്ള റൂൾസുകളാണ് ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത്. Accordance with the standards is normally a condition of a licensing, accreditation or a payment of services. അതായത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും നമുക്കറിയാം എന്താണ് അവിടെ ഒരു സർവീസിനനുസരിച്ചിട്ടാണ് പേയ്മെന്റ് ഈടാക്കുന്നത് അല്ലെ. നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്താതെ പേയ്മെന്റ് കൊടുക്കുവോ? പേയ്മെന്റ് കൊടുക്കുവോ? അതിന്റെ വല്ല രേഖകളും ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഇസ് നോർമലി എ കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്, അക്രഡിയേഷൻ ഓർ പേയ്മെന്റ് ഓഫ് സർവീസസ്. നമുക്കറിയാം കൃത്യമായിട്ട് ഈ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന അനുസരിച്ചിട്ടുള്ള അതിന്റെ അനുസരിച്ചിട്ടുള്ള ലൈസൻസിങ്ങും അക്രഡിയേഷനും കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന സർവീസിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും എന്താണ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വീണ്ടും എന്താണ് ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് മെഡിക്കൽ റെക്കോർഡ്സ് ദാറ്റ് ആർ ഡോക്യുമെന്റഡ് correctly and in timely manner and are perfect and readily available for the swift retrieval of information including statistical data. നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ലീഗലായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന റെക്കോർഡ്സുകളാണ്. അതേമാതിരി നമ്മൾ പറഞ്ഞു എന്തെങ്കിലും അംഗീകാരം കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് അംഗീകാരം കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്നായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് അവരുടെ റെക്കോർഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. വീണ്ടും എന്താണ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇൻ കേസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സർവേ നടത്തണമെങ്കിലും നമുക്കറിയാം ഈ റെക്കോർഡ്സുകളൊക്കെയാണ് ഉപകാരപ്രദമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ വീണ്ടും എന്താണ് സ്വിഫ്റ്റ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് ലഭ്യമാകുന്നതിനും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവേ നടത്തണമെങ്കിലും എന്താണ് പെട്ടെന്ന് അല്ലെ റെഡി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തിൽ നിന്നാണ് നേടിയെടുക്കാൻ സാധിക്കുക? നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡിൽ നിന്നാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. അതുകൊണ്ടാ പറയുന്നത് ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് മെഡിക്കൽ റെക്കോർഡ് ഡോക്യുമെന്റ് കറക്റ്റ്ലി അല്ലെ. അവിടെ മസ്റ്റ് ആയിട്ടും അവരുടെ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അതിന്റെ ടൈമിലി മാനർ, അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമല്ല അല്ലെ ഒരു പേഷ്യന്റിന്റെ ഓരോ സംഭവങ്ങളും എന്താണ് അപ്ഡേഷൻ വരുത്തി തന്നെ കൈകാര്യം ചെയ്തു പോകണം അല്ലെ. ടൈമിലി തന്നെ അവര് കൈകാര്യം ചെയ്തു പോകണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് ഇവർക്ക് പെട്ടെന്ന് എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ്ലി പെട്ടെന്ന് തന്നെ അവർക്ക് ആ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് നേടിയെടുക്കാൻ സാധിക്കും. ചിലപ്പോഴെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ന ഡേറ്റില് ഒരു ഓപ്പറേഷൻ നടത്തിയതിന്റെ ഒരു റിസൾട്ട് നോക്കാനായിരിക്കാം, അതല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ വ്യക്തിയെ പ്രവേശിച്ചത് അതിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് ആയിരിക്കും എടുത്ത് നോക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം അല്ലെ. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ഡേറ്റ് വെച്ച് തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം പഴയ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് ഇതിൽ പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്താ അറിയാം ഇതൊക്കെ സിസ്റ്റത്തിലാണ് അല്ലെ, സിസ്റ്റത്തിലല്ലേ കീപ്പ് ചെയ്യുന്നത്, അപ്ഡേഷനൊക്കെ സിസ്റ്റത്തിലല്ലേ വരുത്തുന്നത്. പഴയ കാലഘട്ടത്തിലാണ് നമുക്കറിയാം മാനുവലി ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ, ചാർട്ടിലാണ് റെക്കോർഡ് ബുക്കിലാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊക്കെ ഫയലിലാണ് അല്ലെ. എന്താണ് ടെക്നിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് നമുക്കറിയാം ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻസ് എടുക്കണമെങ്കിൽ എന്താണ് ആ ഡേറ്റിന്റെ ആ പേഷ്യന്റിന്റെ നെയിം അടിച്ച് ഇൻ കേസ് ടെസ്റ്റിന്റെ റിസൾട്ട് ആണെങ്കിൽ ടെസ്റ്റിന്റേതായിട്ടുള്ള കാര്യം അടിച്ച് അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയഗ്നോസിസ് നടത്തിയ സ്കാനിങ്ങിന്റെ റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് എങ്ങനെയായിരിക്കും അങ്ങനെ അല്ലെ. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പേഷ്യന്റ് വരുന്നത്. അപ്പോഴും എന്താണ് നേരത്തെ ഉള്ള ഇൻഫോർമേഷൻസ് എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഹോസ്പിറ്റൽ must keep medical records that are documented correctly and in a timely manner. അത് കറക്റ്റ് ആയിട്ടും ടൈം അനുസരിച്ചിട്ട് തന്നെ കേൾക്കേണ്ടതാണ്. Then and are perfect and readily available for swift retrieval
of information including statistical data. In case എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകൾ എടുക്കുക എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഒരു റെക്കോർഡ് ഷീറ്റ് എടുത്ത് അവർക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? എന്ത് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിലും മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കി. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ദ ഇംപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ് ലീസ്റ്റ് ദ ഫോളോയിങ്. ഒരു ഇൻപേഷ്യന്റ് ആണ് എങ്കിൽ എന്തൊക്കെ? ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോ ആരാണ്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് ആരെയാണ്? ആരെയാണ് ഇൻപേഷ്യന്റ്? ഓക്കെ, അഡ്മിറ്റഡ് പേഴ്സൺ. ഓക്കെ, അഡ്മിഷൻ വന്നിരിക്കുന്ന രോഗികളാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള രോഗികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടതാണ് എന്നാണ്, എന്തൊക്കെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യും അല്ലെ. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. അതായത് ഫസ്റ്റ്ലി പറയുന്നത് ഡോക്യുമെന്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഇന്ന പേഴ്സൺ ആണെന്ന്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇന്ന അഡ്മിഷൻ വന്നിരിക്കുന്ന രോഗി ഇന്ന പേഴ്സൺ ആണ് അല്ലെ, ഇന്ന രോഗവുമായിട്ട് ഇന്ന ഡോക്ടറുടെ പേഷ്യന്റ് ആണ് എന്നൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കണം. ഫസ്റ്റ് എന്താണ്? ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് within the first 24 hours admission to inpatient service. ഓക്കെ, നോട്ട് ചെയ്യുന്ന പോയിന്റ്സുകളാണ്. അതായത് 24 hours അഡ്മിഷൻ പേഴ്സന്റിന്റെ ഒരു ഹിസ്റ്ററി, ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചിട്ടാണ് പറയുന്നത്, പക്ഷെ അവിടെയാണെങ്കിലും ആ പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, സൃഷ്ടിക്കണം എന്നുള്ളതാണ്. Physician assessment completed within the first 24 hours of admission to patient service. അതേമാതിരി തന്നെ മറ്റൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന കിടത്തി ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അഡ്മിഷന് കൊടുത്ത അല്ലെ, നമുക്കറിയാം അവരെ ചെക്ക് ചെയ്യേണ്ടതില്ലേ, അവിടെ കൊണ്ടുവന്ന് ഇട്ടേച്ചാൽ മതിയോ? അത് തന്നെ പറയാണ് 24 മണിക്കൂറിനില്ല അല്ലെ. അവിടെ ആ ടൈം ഡ്യൂറേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. 24 hours കൃത്യമായിട്ട് ഒരു ഫിസിഷ്യൻ അസസ്മെന്റ് വിലയിരുത്തണം ആ രോഗി അല്ലെ. അതായത് ചെക്കപ്പ് ചെയ്യണം എന്താണ് അസുഖം എന്നൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ടാക്കിയിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു സമ്മറി അവർക്ക് കിട്ടിയാൽ മാത്രം 24 hours ആ ഫിസിഷ്യൻ ആ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 പോയിന്റ് ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടു ഈ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞ് 24 hours മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് തേർഡ് വൺ? ഡോക്ടറിന്റെ ഒരു ഇൻപേഷ്യന്റ് സർവീസ് അതും കംപ്ലീറ്റഡ് ആയിരിക്കും. അസസ്മെന്റ് വിലയിരുത്തലൊക്കെ കംപ്ലീറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. എന്താണ് എന്താ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ് അല്ലെ. അവിടെ എന്താണ് ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, സമ്മതപത്രമൊക്കെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ അതും ഇൻഫോം ചെയ്യണം അല്ലെ. ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പൊ ഒരു അഡ്മിഷനൊക്കെ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഈ ഓപ്പറേഷനൊക്കെ നടത്തുന്നതിന് മുമ്പ് സമ്മതപത്രം മേടിക്കേണ്ടതുണ്ട്. ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് അതിന്റെ പ്രൂഫൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ. ആ പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ് സമ്മതപത്രത്തിനൊക്കെ പ്രൂഫ് ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. എന്താണ് അടുത്തത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമുക്ക് രോഗനിർണയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ ശുശ്രൂഷപരമായിട്ടുള്ള പ്രൊസീജിയർ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും.
ഇന്ന വ്യക്തി ഇന്ന സമയത്ത് അഡ്മിഷൻ വന്നു, അല്ലെ ഇന്ന ഡോക്ടർ പരിശോധിച്ചു, ഇന്ന ഡോക്ടർ പരിശോധിച്ച റിസൾട്ടും കാര്യങ്ങളൊക്കെ. അതേമാതിരി തന്നെ ഇന്ന ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി എന്ന് വെച്ചാൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഇന്ന സ്കാനിങ്ങിനൊക്കെ അയച്ചു, അല്ലെങ്കിൽ ടെസ്റ്റിന് അയച്ചു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? വീണ്ടും നോക്കാം അടുത്ത പോയിന്റ്. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻസ് as well as റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. ഇൻ കേസ് നമുക്കറിയാം ഈ രോഗിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തും, അല്ലെ? ഇൻ കേസ് നമ്മൾ പറഞ്ഞ മാതിരി എന്താണ് സ്കാനിങ് നടത്താം, അല്ലെങ്കിൽ എക്സ്റേയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താം. അതിനപ്പുറം എന്താണ് ലബോറട്ടറി എക്സാമിനേഷനായിട്ടുള്ള, അതായത് ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ, അല്ലെ? നമുക്കറിയാം പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, യൂറിൻ ടെസ്റ്റ് ഉണ്ട്, അല്ലെ? പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ റേഡിയോളജി വിഭാഗത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങള്, ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ, അല്ലെ? അത് തീർച്ചയായിട്ടും എന്താണ് എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും അവിടെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് രോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ? അപ്പൊ എന്താണ് റൗണ്ട്സിനൊക്കെ പോയി കഴിയുമ്പോൾ ഡോക്ടറിന് കൃത്യമായിട്ട് തന്നെ ഇവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടത്തിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നത്, എന്തൊക്കെ മെഡിസിൻസ് ഒക്കെയാണ് ഉപയോഗിച്ചത്, അപ്പൊ അതിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള പ്രോഗ്രസീവ് നോട്ട് എന്നുവെച്ചാൽ ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതിയുടേതായിട്ടുള്ള നോട്ടുകൾ ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തീഷ്യ റിപ്പോർട്ട്സ്. നമുക്കറിയാം ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള രോഗിയാണെങ്കിൽ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അല്ലെ? ഇന്ന അനസ്തീഷ്യയാണ് കൊടുക്കുന്നത്, ഇത്രയും അളവിലാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്, അല്ലെ? അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതും എന്താണ് മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുക്കുന്നത് ഇൻ കേസ് ഈ അനസ്തീഷ്യയുടെ പേരും ഇതൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പൊ എനിക്ക് കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഒരു എവിഡൻസ് ആണ്, ആണോ? അതെ അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇതുകളാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ലാസ്റ്റ് വണ് എന്താണ് ഡിസ്ചാർജ് സമ്മറി റിട്ടൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ബ്രീഫ്ലി സമ്മറൈസിംഗ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. നമുക്കറിയാം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ രോഗിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് സമ്മറിയില് നമ്മൾ കൃത്യമായിട്ട് തന്നെ തയ്യാറാക്കണം. അതെല്ലാം റെക്കോർഡ് ഷീറ്റിൽ എന്താണ് അവരൊക്കെ ഓരോ കോപ്പികളൊക്കെ വെക്കും, അല്ലെ? തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്. ഈ കേസ് രോഗിയെ നമ്മൾ വിട്ടയക്കുകയാണ്, ഒരു രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ, അല്ലെ? നമ്മൾ പറഞ്ഞ മാതിരി തന്നെ സമ്മറിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ ഇൻ കേസ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ് അവിടെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, എന്തൊക്കെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് പേഷ്യന്റിനെ ഇങ്ങനെ കൈകാര്യം ചെയ്തെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സൂക്ഷിക്കേണ്ടതാണ്. then എന്താണ് വീണ്ടും in case last one by the specific instructions given to the patient and the family. ചിലപ്പോഴൊക്കെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തുമ്പോൾ ചില നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കും, ഇല്ലേ? അവരോട് പറയല്ലേ വീട്ടിൽ പോയി ഉപ്പ് കഴിച്ചോ, ധാരാളം ഉപ്പ് കഴിച്ചോ, ധാരാളം ഷുഗർ കഴിച്ചോ എന്നൊക്കെ അല്ല. പിന്നെ പ്രഷറിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ ഉപ്പ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഷുഗറിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അത് പാടില്ല എന്നൊക്കെ നിർദ്ദേശിക്കില്ലേ? നിർദ്ദേശിക്കോ? ഡോക്ടേഴ്സ് നിർദ്ദേശിക്കില്ലേ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ് ഈ റിപ്പോർട്ട് ഷീറ്റില് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. then വീണ്ടും മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡന്റ്ലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി authenticated, legal, legible and complete. അതായത് നമുക്കറിയാം അത് തന്നെ അംഗീകാരമുണ്ട്, അല്ലെ? അപ്പൊ അംഗീകാരമായിട്ടുള്ള പേഴ്സൺസ് എന്താണ് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി ഐഡന്റിഫിക്കലി ഗ്യാരണ്ടീഡ്,
പ്രസന്റ്ലി ഒതന്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് വിശ്വസനീയമായിട്ടുള്ള സംഭവമാണ്. അതോടൊപ്പം തന്നെ ഒരു അംഗീകാരമുള്ള കാര്യമാണ്. നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ച് നോക്കാം. കേളേ എന്തൊക്കെയാണ് ഡൗട്ടുകളുണ്ടോ? ഓക്കെ, വീണ്ടും നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് പോളിസിയിലേക്ക് പോകാം. അപ്പൊ അവിടെ 24 hours കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? മെഡിക്കൽ റെക്കോർഡ്സ് പോളിസികളാണ്. പോളിസികളെല്ലാം തന്നെ ഒന്നിനോടൊന്ന് മിക്കവാറും എല്ലാം ഇമ്പോർട്ടന്റ് ഒക്കെയാണ്. ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണ്? രജിസ്ട്രേഷൻ സിസ്റ്റം ഒരു വ്യക്തി പേഷ്യന്റ് ആയിട്ട് കടന്നു വരുമ്പോൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന് അതനുസരിച്ചിട്ട് എങ്ങനെയാണ് റെക്കോർഡിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് നോക്കാം. സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിതിൻ 24 hours services should preferably be kept for all outpatient and inpatient. ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ രജിസ്ട്രേഷൻ, അതായത് ഇന്ന രോഗി വന്നു അല്ലെ ഈ ഒരു OP നമ്പറിൽ ഉണ്ടായി എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വിതിൻ 24 hours service should preferably be kept for all outpatient and inpatient. Outpatient എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഇൻപേഷ്യന്റ് നിങ്ങൾ പറഞ്ഞതാണ്. ഔട്ട്പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഓക്കെ, അഡ്മിറ്റ് അല്ലാത്ത പേഷ്യന്റ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ്. കണ്ണു ഭയങ്കര കിടക്കില്ല, എന്താണെന്ന് അറിയില്ല, ദിവസമായിട്ട് നോക്കിയിട്ടാണോ എന്നറിയില്ല. അപ്പോ എന്താണ് അതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണ്? ഒരു 24 hours ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും ഇൻപേഷ്യന്റ് ആണെങ്കിലും അതില് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. Each patient will have one unit record and one permanent number used for all episode of care. അതായത് ഇതില് അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് നമ്പർ വേണം അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് നമ്പർ കിട്ടില്ലേ? കിട്ടോ? ഒരു നമുക്ക് ID നമ്പർ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ID നമ്പർ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെല്ലേണ്ടി വരുമ്പോഴും അല്ലെ? അത് കൃത്യമായിട്ട് തന്നെ ID നമ്പർ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ രജിസ്ട്രേഷനിൽ നമുക്കറിയാം ഫസ്റ്റ് 24 hours തന്നെ അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം. അതേമാതിരി തന്നെ ഒരു പെർമനന്റ് ID കാർഡ് നമുക്ക് തന്നിരിക്കും അല്ലെ? വീണ്ടും എന്താണ് അത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ടാവും അല്ലെ? A separate registration for accident and emergency patient within 24 hours services should also be given. അതായത് 24 മണിക്കൂർ അല്ലെ? 24 മണിക്കൂറിനുള്ളിൽ നമുക്കറിയാം ഒരു ആക്സിഡന്റ് കേസുകൾ വരുമ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഫോമാണ് അല്ലെ? സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നത്. അത് ഈ എന്താ പറയുക, സാധാരണഗതി ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റിന്റെയും രജിസ്ട്രേഷന്റെ ആ ഒരു ബുക്ക്ലെറ്റിലായിരിക്കില്ല അവര് സൂക്ഷിക്കുന്നത്.
എമർജൻസി കാര്യം ആയതുകൊണ്ട് വേറൊരു ബുക്ക്ലെറ്റിലാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നത് അല്ലെ. സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യൻസ് വിതിൻ 24 hours സർവീസ് ഷുഡ് ബി ഗിവൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കാറുള്ളത് നമ്പറിംഗ് സിസ്റ്റം. അപ്പൊ ഫസ്റ്റ് കാര്യം ഓക്കെ അല്ലേ, എന്താണ് രജിസ്ട്രേഷൻ സിസ്റ്റം. രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്, 24 മണിക്കൂറിലുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ കൊടുത്തിരിക്കണം. ഓരോ പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആണോ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾക്കൊരു ID നമ്പർ ഉണ്ടാവും. വീണ്ടും എന്താ പറയുന്നത്, ആക്സിഡന്റ് ആണ് എമർജൻസി ആണ് ഉണ്ടാകുന്നതെങ്കിൽ വേറൊരു ഇതാണ് അല്ലെ, വേറൊരു ബുക്കാണ് അതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. ക്ലിയർ അല്ലേ രജിസ്ട്രേഷൻ സിസ്റ്റം ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്പറിംഗ് സിസ്റ്റം. ഈ പറഞ്ഞ നമ്പറിംഗ് സിസ്റ്റത്തിലേക്ക് പോവാം. 6 digit numbers are normally used for an outpatient and inpatient. Inpatient ആണെങ്കിലും ഔട്ട്പേഷ്യന്റ് ആണെങ്കിലും എത്ര ഡിജിറ്റ് നമ്പർ വേണം എന്ന് പറയുന്നത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. 6 digit. Okay, 6 digit number are normally used for outpatient and inpatient. Outpatient ആണെങ്കിലും inpatient ആണെങ്കിലും ഒരു 6 digit number ആണ് ഉണ്ടായിരിക്കുക. Okay. Then വീണ്ടും എന്താണ്, a new patient gets a new hospital number only at the first time of registration. പുതിയ പേഷ്യന്റ് ആണെങ്കിൽ പുതിയ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരു പ്രാവശ്യമാണ് ഈ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. അതായത് വൺ ടൈം നമ്മള് രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടൈമില് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് മേടിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ആ ഒരു നമ്പർ ബേസ് വെച്ചിട്ടാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ന്യൂ പേഷ്യന്റ് ഗെറ്റ്സ് ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. ഒരു സമയം മാത്രമാണ് അത് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഓക്കെ, നമ്പറിംഗ് സിസ്റ്റം ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. Patient master index എന്ന് പറയുമ്പോൾ the patient master index is designed with the important identification information for each new patient registered in the central registration area and filled in alphabetical order in the manual system and electronically through computer. Okay, അപ്പൊ ഇതില് പ്രധാനമായിട്ട് പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോ നമ്മൾക്കറിയാം സിസ്റ്റമേറ്റിക് എല്ലാം എന്തിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് ഡിസ്കസ് ചെയ്തത്. എന്തിലാണ് എല്ലാം ചെയ്യുന്നത്, വർഷങ്ങളോളായിട്ട് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഇലക്ട്രോണിക്കലി ആണ് കമ്പ്യൂട്ടറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അല്ലെ. Then in the manual system and electronically through computer. അത് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഓർഡറും ഉണ്ടായിരുന്നു അല്ലെ, ആൽഫബറ്റിക് ഓർഡറിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇന്ന പേഷ്യന്റ് ആണ് എങ്കിൽ ആ പേഷ്യന്റിന്റെ നമ്പർ വരുന്നു, ആ നമ്പർ വെച്ച് എന്താണ് റെക്കോർഡിക്കലി ആക്കുന്നു. എന്താണ് റെക്കോർഡിക്കലി ആണെങ്കിലും ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ എന്താണ് ഒരു മാസ്റ്റർ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിന്റെ ഡിസൈൻ രൂപകൽപ്പനയിലാണത് കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അതായത് ഒരു ഓർഡർ വെച്ചിട്ടുണ്ട് അല്ലെ, അവിടെ ഒരു ഓർഡറും ഇല്ലാതെയല്ല ഓരോ പേഷ്യന്റിനെയും നമുക്ക് എന്താണ് ഐഡന്റിഫിക്കേഷൻ നമ്പർ തരുന്നത് അല്ലെ. അപ്പൊ അവര് ആൽഫബറ്റിക്കലി അതോടൊപ്പം തന്നെ അതനുസരിച്ചിട്ടുള്ള അവര് അതിന് ചേരുന്ന ഒരു 6 ഡിജിറ്റ് ഐഡന്റിഫിക്കേഷൻ ആണ് കൃത്യമായിട്ട് നമുക്ക് തരുന്നത്. പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. പേഷ്യന്റിന്റെ ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡാണ് അടുത്തത് വരുന്നത്. വീണ്ടും എന്താണ് ദ പേഷ്യന്റ് മാസ്റ്റർ. പേഷ്യന്റ് നെക്സ്റ്റ് നോക്കാം. ആൻഡ് എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് അല്ലെ. അപ്പൊ അതിൽ നോക്കാം. ആൻഡ് ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റേർഡ് ഫോർ ഔട്ട് പേഷ്യന്റ് ഓർ ഇൻപേഷ്യന്റ് സർവീസ് ഷുഡ് ബി ഗിവൺ ആൻ ഐഡന്റിഫിക്കേഷൻ കാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ തരുന്നത് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലെ. നമ്പർ വെറുതെ ആണോ തരുന്നത്, സ്ലിപ്പിൽ എഴുതിയിട്ടാണോ തരുന്നത്? അല്ല, നമ്മളൊരു കാർഡിലാണ് അത് നമ്പർ നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ അതാണ് അടുത്തതായിട്ട് പറയുന്നത് പേഷ്യന്റ് ID ആൻഡ് അഡ്മിഷൻ അപ്പോയിന്റ്മെന്റ് കാർഡ്.
പേഷ്യന്റിന്റെ ID എന്ന് പറയുന്ന കാർഡ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കാർഡാണത്. ഒരു ന്യൂ പേഷ്യന്റ് ആവുമ്പോൾ ഈ നമ്പർ ആ കാർഡിന്മേലാക്കി വെച്ചിട്ടാണ് നമുക്ക് തരാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഇതിലേക്ക് നോക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ് അടുത്തത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇതുവരെ നോക്കിയാണോ? രജിസ്ട്രേഷൻ സിസ്റ്റം, നമ്പറിംഗ് സിസ്റ്റം, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്? ഇൻ ഓൾ ദ റെഫറൽ ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ് അല്ലേ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് മനസ്സിലായല്ലോ? ഒന്നും പറയേണ്ടതുണ്ടോ? ഓക്കെ, ഇൻഡെക്സ് എന്ന് പറയുമ്പോഴൊരു സൂചിക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അത് രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെ? അവിടെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. അതായത് ഈച്ച് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ അത് സെൻട്രലില് രജിസ്ട്രേഷൻ നടത്തണം. അത് സെൻട്രലി നമുക്ക്, അതായത് സെൻട്രലി രജിസ്റ്റേർഡ് ആവും. നമുക്കിപ്പോ ഒരു ബ്രാഞ്ചിലാണ് എങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലി ആയിട്ടാണെങ്കിലും നമ്മൾ രജിസ്ട്രേഷൻ നടത്തും അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The patient master index is designed with the important identification information for each new patient registered in the central registration area and filled in alphabetical order. Okay, central registration area ഒരു alphabetic orderലേക്ക് അത് പോകും. ഓക്കെ, ഒരു അതിനനുസരിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് ആ ഒരു മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചികയാണ്. അത് ആ സൂചികയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഒരു കാർഡ് എടുത്ത് നമ്മുടെ കയ്യിൽ തരുമ്പോൾ ആ ചീറ്റിന്റെ പുറത്ത് മാത്രം ആ OP നമ്പർ തന്നിട്ട് വിടുകയല്ല ചെയ്യുന്നത്. അവരുടെ കൃത്യമായിട്ടുള്ള രേഖയിലും അത് ആ നമ്പർ തെളിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഐഡിയ എന്താന്ന് മനസ്സിലായോ? ഓക്കെ, എങ്കിൽ മാത്രമാണ് അവരുടെ ID എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത് അല്ലെ? നമുക്കൊരു ID നമ്പർ തരുന്നതോടൊപ്പം തന്നെ, നമുക്കൊരു കാർഡ് തരുന്നതോടൊപ്പം തന്നെ അവരുടെ സെൻട്രലി ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഏരിയയിലേക്കും നമ്മുടേതായിട്ടുള്ള എൻട്രി അവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഇന്ന ആൽഫബറ്റിക് ഓർഡറില്, ഇന്ന നമ്പറില്, ഇന്ന വ്യക്തി ഇവിടെ പേഷ്യന്റായിട്ട് അഡ്മിഷൻ വന്നിരിക്കുന്നു, ഇന്ന ഇത്രാമത്തെ നമ്പർ ആയിട്ട് അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ സെൻട്രൽ രജിസ്ട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. And filled in alphabetical order in the manual system and electronically through computer. Manually electronic രീതിയാണ് എങ്കിൽ അതാണെങ്കിലും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രീതിയാണെങ്കിലും ഏതിലാണെങ്കിലും അത് സെൻട്രലി അത് വന്നു കിടക്കണം. നമുക്കറിയാം ഇപ്പൊ മാനുവലി അല്ല അല്ലെ? ഇതൊക്കെ സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇലക്ട്രോണിക് കൂടിയിട്ടാണ് അത് സെൻട്രലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ID നമ്പറും അപ്പോയിന്റ്മെന്റ് കാർഡും കണ്ടു. ഇനി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇൻ ഓൾ ദ റെഫറൽസ് ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ് അല്ലെ? അവിടെ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിന് കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എല്ലാ ഹോസ്പിറ്റലിലും. ഇൻ കേസ് എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. ഓൾ പേഷ്യൻസ് മസ്റ്റ് നോട്ടീസ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസസ്. അതായത് എമർജൻസി കേസുകൾക്കൊന്നും ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ആദ്യം തന്നെ? അതിനൊരു സെപ്പറേറ്റ് ഇതാണ് അല്ലെ? എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ, എക്സെപ്റ്റ് ലേബർ കേസ്, പെട്ടെന്ന് തന്നെ ഡെലിവറിയും കാര്യങ്ങളായിട്ട് വന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ അതിന് ഈ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. ഓൾ പേഷ്യൻസ് മസ്റ്റ് നോട്ടീസ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി ഏരിയ. അവർക്ക് സെപ്പറേറ്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യം. നമുക്കറിയാം ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പേഷ്യന്റിന്റെ ഒരു എന്താണ് കുട്ടിയുടെ ബർത്തുമായി ബന്ധപ്പെട്ട വരുന്ന അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു ബുക്ക് ഫോർമാറ്റ് എടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്ത് എൻട്രി ചെയ്യുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ അത് പഠിച്ചതാണ് അല്ലെ? ജസ്റ്റ് ഇന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ ആണോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വരെയും കണ്ടു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അതെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ആണ്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടേഴ്സ് എന്താണ് പരിശോധിക്കും അല്ലെ. നമ്മള് അഡ്മിഷൻ പ്രൊസീജിയേഴ്സും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു 24 hours ഡോക്ടർ പരിശോധിക്കണമെന്നാണ് അല്ലെ. അപ്പൊ പരിശോധനകൾക്ക് ശേഷം എന്താണ് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായെന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും അല്ലെ. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഓഫ് ഔട്ട് പേഷ്യന്റ് should be accepted and scaled by the medical record department in the specific patient records. അതായത് എന്താണ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഓഫ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔട്ട് പേഷ്യന്റ് ഇതായിട്ട് അത് എന്താണ് എന്തായാലും എന്താണ് സ്വീകരിക്കണം. ആ റിപ്പോർട്ടുകൾ മസ്റ്റ് ആയിട്ട് സ്വീകരിക്കേണ്ടതാണ്. ആൻഡ് സ്കെയിൽഡ് ബൈ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്. ആ സ്പെസിഫിക് പേഷ്യന്റിന്റെ റെക്കോർഡില് അതിൽ കൃത്യമായിട്ട് തന്നെയുള്ള മാനദണ്ഡം അല്ലെ, ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖകളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. Then inpatient diagnostic reports should be accepted and scaled on the ward by a ward clerk of a nurse. അതേസമയം ഇൻപേഷ്യന്റ് ആണെങ്കിൽ ആ വാർഡിൽ ഏത് വാർഡിലാണോ ഏതിലാണോ അവിടെ എന്താണ് വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ നഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ അവിടെ സ്വീകരിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഔട്ട് പേഷ്യന്റ് ആവുമ്പോ ജസ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോവുകയാണ് അല്ലെ, ആണോ? സ്പെസിഫിക് പേഷ്യന്റിന്റെ റെക്കോർഡിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതേസമയം നമുക്കറിയാം പേഷ്യന്റ് ആവുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഡോക്ടേഴ്സിന്റെ നഴ്സുമാർക്കൊക്കെ ഈ വ്യക്തിയെ സ്റ്റഡി ചെയ്യണം. അപ്പൊ ആ ഒരു ഇതിലായിരിക്കും, അവരുടെ വിങ്ങിലായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്ത എന്താണ് ഹെൽത്ത് സെന്റർ. അടുത്ത ഹെൽത്ത് സെന്ററിൽ പറയുന്നത് ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട്സ് പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ റഫറൽ ലെറ്റർ. ഓക്കെ, ഹെൽത്ത് സെന്ററിലൊക്കെ എന്താണ് പേഷ്യൻസ് ഡയറക്റ്റ് ടു ദ ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് ഒരു ലെറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ലെറ്ററിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് center must develop a clear referral and appointment system for both new and established patients. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വ്യക്തമായ റെഫറൽ അപ്പോയിന്റ്മെന്റ്സ് സംവിധാനം അത് വികസിപ്പിക്കണം അല്ലെ. അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് ആവശ്യമാണ്. അപ്പൊ എങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. പിന്നെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകില്ലേ, പോകാറുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അവര് പോയി കഴിയുമ്പോൾ ചിലപ്പോ വേണമെങ്കിൽ എന്താണ് അവിടെ നിന്ന് ചിലപ്പോ ഇന്ന രോഗിയെ ഇന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ റെഫർ ചെയ്ത് വന്നാലും അവരെ എന്താണ് പല രീതിയിൽ നമുക്ക് സ്വീകരിക്കാം. ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് അല്ലെ, നിലവിലുള്ള പേഷ്യൻസിന്റെ എന്നുള്ള രീതിയിൽ അത് ഹെൽത്ത് സെന്ററിലെ ആ ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ പുതിയ പേഷ്യന്റ് എന്നുള്ള നിലയിൽ കയറ്റിയിട്ട് നമുക്ക് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ കുറേശ്ശെ എടുത്ത് പോകാൻ കുറേ ഉണ്ടത്. പക്ഷെ എല്ലാരും ഒന്ന് എല്ലാം കൂടി കൂട്ടി ഒഴിച്ചുണ്ടാക്കരുത്. കുറച്ച് പോയിന്റ്സുകൾ ഉള്ളോ എങ്കിലും മിക്കതും ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് നോക്കാം.
വായിച്ചു നോക്കിയോ? ഓക്കെ, ഓക്കെ. അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. എന്താണ്? ഓക്കെ, ഓക്കെ. അപ്പോ നമ്മള് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. എന്താണ്? റെഫറൽ ഓഫ് പേഷ്യൻസ് അല്ലെ? നമ്മള് ഹെൽത്ത് സെന്ററിന്റെ കാര്യം പറഞ്ഞു, റെഫറൽ ഓഫ് പേഷ്യൻസിന്റെ കാര്യം പറഞ്ഞു. ഈ ആഫ്റ്റർ അതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് സെന്ററിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെന്റർ മസ്റ്റ് ഡെവലപ്പ് എ ക്ലിയർ റെഫറൽ ആൻഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഓഫ് ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് അല്ലെ? അവിടെ റെഫറലുമായിട്ടുള്ള ഐഡി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ റെഫറൽ ലെറ്റർ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? ഇനി അതുമായി അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് റെഫറൽ ഓഫ് പേഷ്യന്റ്. നോക്കാം. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. ആ കോപ്പീസ് ഒക്കെ പ്രധാനപ്പെട്ടതാണോ? അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ നമ്മൾ മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, ചിലപ്പോഴെങ്കിൽ ഒത്തിരി കൂടി നമ്മുടെ ഫെസിലിറ്റീസ് ഈ ഹോസ്പിറ്റൽ ആ ഫെസിലിറ്റീസ് പറയുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവൂലേ? റെഫർ ചെയ്യില്ലേ? ഇല്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ റെഫർ ചെയ്യുന്ന സാഹചര്യങ്ങളിലെല്ലാം എന്താണ്, നമ്മളെ അതുവരെ പരിശോധിച്ചതിന്റെ കുറെ ഹിസ്റ്ററീസ് ഉണ്ടാവും അല്ലെ? ട്രാൻസ്ഫോർ പേഷ്യന്റിലൊക്കെ നിങ്ങൾ പഠിക്കുക അല്ലെ? അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചതാണ് റെഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ? നമ്മൾ തന്നെയാണ് ട്രാൻസ്ഫോർ പേഷ്യന്റ് എടുത്തത് അല്ലെ? അപ്പൊ ആ അത് വരുമ്പോൾ കോപ്പീസുകൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അവിടെ പ്രധാനമായിട്ടും 3 കോപ്പീസിന്റെ കാര്യം ഇവിടെ എടുത്ത് പറയുന്നത്. അതിൽ ഇവിടെ പറയുന്ന 3 കോപ്പീസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. അതായത് ഒരു കോപ്പി എന്താണ് മസ്റ്റായിട്ട് ക്ലിനിക്കിലേക്ക്, അതായത് റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊടുത്തേക്കണം. then ഒരു കോപ്പി എന്താണ് അവരുടെ ചാർട്ടുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സേവ് ചെയ്യും. then അടുത്തത് എന്താണ്, സെൻട്രലി ഈ ഡിപ്പാർട്ട്മെന്റ് അതായത് മെഡിക്കൽ റെക്കോർഡ് എന്ന വിഭാഗത്തിലേക്ക് സേവ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണ് 3 കോപ്പിയുടെ ഉപയോഗപ്രദം വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? 3 കോപ്പിയുടെ കാര്യം ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? 3 copies should be received by, okay, 2 copies ഉള്ള നോക്കാം. 3 കോപ്പിയാണ് അതിൽ. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient. അതായത് 2 കോപ്പി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ തന്നെ പ്രസന്റ് ചെയ്യണം. അതായത് അതിൽ ഒരു കോപ്പി ഇപ്പൊ ന്യൂറോ വിഭാഗമാണ്, അപ്പൊ ന്യൂറോ വിഭാഗത്തിൽ അത് കൈകാര്യം ചെയ്യും. അതേമാതിരി തന്നെ ഒരു കോപ്പി എന്താണ് സെൻട്രൽ ആയിട്ട്, അതായത് മെഡിക്കൽ റെക്കോർഡ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ള ഒരു കോപ്പിയാണ് നമ്മൾ ഏത് റിസീവിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് ആ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി അത് സ്വീകരിക്കും. ഓക്കെ, ഇവിടെ 3 കോപ്പീസ് ഇതാണോ? ശരിക്കും ട്രാൻസ്ഫർ പേഷ്യന്റിൽ നമ്മൾ 2 കോപ്പീസ് വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത് അല്ലേ? ഓർക്കുന്നുണ്ടോ? ട്രാൻസ്ഫർ പേഷ്യന്റിലെ
ഓർക്കണുണ്ടോ? ട്രാൻസ്ഫർ പേഷ്യന്റ് എടുത്തത് ഞാൻ തന്നെയാണ് എടുത്തത്. ആരെങ്കിലും ഓർക്കണുണ്ടോ? ഉണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഈ ഒരു മാറ്റർ എന്തായാലും നിങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് പറയാം. കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ ബേസിൽ തന്നെ അതിന്റെ ആ ഒരു ചേഞ്ചബിലിറ്റി എന്തായാലും ഉണ്ടാകും. കാരണം ഓരോ ഇതിൽ ചേർത്താൽ മതി, ഓൾമോസ്റ്റ് ഇതിൽ വരുന്നുണ്ട് അല്ലെ? പക്ഷെ ആ പഴയ കാലഘട്ടം അനുസരിച്ചിട്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കും പിന്നെ സെൻട്രലി ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും ദെൻ ഒരു കോപ്പി റിസീവിംഗ് ഏരിയയിലേക്ക് എന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് വന്നിരിക്കുന്നത്. മിക്കവാറും പോയിന്റ്സിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, the next step നോക്കുക. After treatment, the first copy should be passed on the health center or health as a feedback information, and the second copy should be retained in the hospital. Okay, നെക്സ്റ്റ് പോയിന്റിൽ കൃത്യമായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. ഫസ്റ്റ് കോപ്പി എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്ന മറ്റൊരു കോപ്പി അല്ലെ, എന്താണ് ഫീഡ്ബാക്കുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് എന്താണ് കൊടുക്കുന്നു അല്ലെ. അതാണ് സെക്കൻഡ് പോയിന്റിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ഒക്കെയാണ്, ക്ലിയർ ആണ് അല്ലെ? ഈ ഒരു സെക്കൻഡ് പോയിന്റോടുകൂടി ഒക്കെയാണോ? ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ദ ഹെൽത്ത് സെന്റർ. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. സെക്കൻഡ് പോയിന്റ് ഒക്കെയാണോ? ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ദ ഫസ്റ്റ് കോപ്പി ഷുഡ് ബി പാസ്ഡ് ഓൺ ദ ഹെൽത്ത് സെന്റർ or the hospital as a feedback information, and the second copy should be retained in the hospital. Okay, the next നമുക്ക് ഔട്ട്പേഷ്യന്റ് ക്ലിനിക്സ് ലേക്ക് പോകാം. Okay. Next, outpatient clinic. The name of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ കിട്ടുമ്പോൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ കാണിച്ചിരിക്കും അല്ലെ. ഇന്ന ഡോക്ടേഴ്സ് ഇന്ന വിഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, മേധാവികൾ ഇന്ന ഡോക്ടേഴ്സ് ആണെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരും. അതല്ല എങ്കിൽ പഴയ കാലഘട്ടങ്ങളിലെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും അവിടെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറും അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മേലാധികാരികളൊക്കെ കൃത്യമായിട്ട് അതിൽ കാണിച്ചിരിക്കണം അല്ലെ. ഉണ്ടാവില്ലേ അത്? എൻട്രൻസിലെ ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദ നെയിം ഓഫ് അത് ആ എന്താണ് റെക്കോർഡ്സിന്റെ ഒരു ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ വരുന്നതാണിത്. എന്താണ് ഔട്ട്പേഷ്യന്റ് ക്ലിനിക്സ്. ദ നെയിംസ് ഓഫ് ഓൾ ഔട്ട്പേഷ്യന്റ് ക്ലിനിക്സ് വിത്ത് ദ നെയിം ഓഫ് ദ ക്ലിനിക് ചീഫ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ബി റിവീൽഡ്. വെളിപ്പെടുത്തണം അല്ലെ. ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട്പേഷ്യന്റ്, അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന എൻട്രൻസ് വിഭാഗത്തിൽ അതിൽ ഓരോ വിഭാഗത്തിന്റെ തലവന്മാരൊക്കെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. Then എന്താ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇൻ ഈച്ച് ക്ലിനിക് ദ നെയിം ഓഫ് ദ ചീഫ് കൺസൾട്ടന്റ് ഷുഡ് ഓൾസോ ബി റിവീൽഡ്. ഓരോ ഇതിലാണെങ്കിലും ഓരോ വിഭാഗത്തിലേക്ക് ആണെങ്കിലും അവിടുത്തെ മേലധികാരി ഏതാന്നുള്ളത് കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി നമുക്ക് നെക്സ്റ്റ് ഇതിലെടുക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്, റെഫറൽ ഓഫ് എ പേഷ്യന്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? അത് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ എന്തെങ്കിലും ഞാൻ ഇതിലുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നല്ലേ പറയുന്നത്? അതെ അതെ അതെ. അവിടെ വന്നിരിക്കുന്ന കറക്ഷൻ എവിടെയാണ് വന്നിരിക്കുന്നത്? ത്രീ കോപ്പീസിന് ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പാരഗ്രാഫില് 3 കോപ്പീസിന് പകരം 2 കോപ്പീസ് ആണോ? അങ്ങനെയാണോ? അല്ല മാം, സോറി. അത് 3 copies should be received by the hospital.
The first 2 copies should be presented in the hospital by the patient, while the third copy should be retained by the health center or clinic. അങ്ങനെ പറഞ്ഞിട്ടില്ല മാം. ശരി, അങ്ങനെ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ മാം. അതാണ് ചോദിച്ചത്. വേറെ എന്തെങ്കിലും മാം, ഈ ചീഫ് കൺസൾട്ടന്റിന്റെ മാം അത് ഡോക്ടേഴ്സിന്റെ പേര് നമ്മൾ കാണുന്നല്ലേ മാം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ? അതാണോ മാം ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഓക്കെ മാം, താങ്ക്സ്. ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പൊ ഡിജിറ്റലൈസ് ചെയ്ത് തന്നെ മെയിൻ ഹോസ്പിറ്റലിൽ നമ്മളത് കാണിച്ചു തരും അല്ലെ? അതെ 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 മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ പഴയതെല്ലാം ഇന്നത്തെ ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ടീച്ചർ അതിന്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും. ഓക്കെ മാം, താങ്ക് യു. വേറെന്തെങ്കിലും? ചെറിയ ചെറിയ ഇതുകളാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയൊക്കെ, കാരണം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ? 24 hours അല്ലെങ്കിൽ 25 ഇത്രയും ഡോക്ടേഴ്സിന്റെ ഇത് അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത്തരത്തില് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, Miss. താങ്ക് യു മാം.